പുഴക്കര അയ്യപ്പൻകാവ് പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാനയുടെ സാന്നിധ്യമാണ് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നത്. ബുധനാഴ്ച പുലർച്ചെ പുഴക്കര ജുമാ മസ്ജിദിന് സമീപത്താണ് കാട്ടാന എത്തിയത്. പുലർച്ചെ 2 മണിയോടെ എത്തിയ കാട്ടാന 6 മണിയോടെയാണ് തിരികെ കാട്ടിലേക്ക് മടങ്ങിയത്. കാര്യമായ കൃഷിനാശമൊന്നുമില്ലെങ്കിലും ജനവാസ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാനയുടെ സാന്നിധ്യം പ്രദേശവാസികളെ ഏറെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആന വലിയൊരു ശല്യമായി മാറിയിരിക്കുക. കാരണം താമസിക്കാൻ ജനങ്ങൾക്ക് ഒരു രാത്രികാലം 8-7 മണിയാക്കി കഴിഞ്ഞാൽ പിന്നെ വീടടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഈ ഏരിയയെ സംബന്ധിച്ചുള്ളത്. മാത്രമല്ല, നമുക്ക് ഈ പള്ളിയുടെ പിൻവശത്ത് ഈ പുഴയോരത്ത് നമുക്കൊരു ഒരു മതിലോ ഭിത്തിയോ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്തില്ലെങ്കിൽ ആന ഇങ്ങനത്തെ ആൾതാമസ മേഖലയിലേക്ക് കയറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതിനുള്ളൊരു സംവിധാനങ്ങൾ സർക്കാർ സംവിധാനത്തിന് ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പുലർച്ചെ ജോലിക്കും പള്ളിയിലും മറ്റും പോകുന്നവർ ആനയുടെ മുന്നിൽപ്പെടാനുള്ള സാധ്യത ഏറെയുണ്ടെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത്. ബന്ധപ്പെട്ട അധികൃതർ കാട്ടാന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ ആനയുടെ കാര്യത്തിൽ പേടിച്ചിട്ട് ഈ ഭാഗത്തുള്ളവരാരിപ്പോൾ ഇറങ്ങുന്നില്ല. പുറത്തിറങ്ങിക്കൂടെ രാത്രി 10 മണിക്ക് ശേഷം. അതുപോലത്തെ എന്തെങ്കിലും സർക്കാർ എന്തെങ്കിലും നല്ല പരിപാടി ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രി 2 മണിക്ക് ഇവിടെ ആന വരികയും ഈ പള്ളി പരിസരത്ത് വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പരിസരത്തുള്ള വീടുകൾ രാവിലെ 6 മണിവരെ ആന അഴിഞ്ഞാടുകയായിരുന്നത്. പള്ളിയിൽ പോകുന്നവർക്കോ മറ്റുള്ളവർക്കോ വളരെ പ്രയാസം അനുഭവപ്പെട്ട സന്ദർഭമായിരുന്നു അത്. ആയതുകൊണ്ട് നിർബന്ധമായും അധികൃതർ ആ ഭാഗത്തേക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുകാരായ ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഓരോരുത്തരായിട്ട്. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.